ഞാൻ എന്തിനാണ് ഇങ്ങനെ റെക്കോർഡിങ്സ് ഇടണേന്ന് അറിയോ? എൻ്റെ പേഴ്സണൽ ലൈഫിൽ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ പാരൻസ് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പള്ളിയിൽ പോകണം, കുർബാന സ്വീകരിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, ജപമാല ചൊല്ലണം എന്നുള്ളത്. പക്ഷേ നമ്മൾ വിശുദ്ധ വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണം, ബൈബിൾ വചനങ്ങൾ പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താ, നമ്മളത് ബൈബിൾ വചനം ഏറ്റു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ നടന്നതുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം ഇതൊന്നും ഒത്തിരി പേർക്ക് അറിയാൻ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്താവും പറയുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ചിന്തിക്കുക, കുറച്ച് പേരെല്ലാം അറിയില്ല, എനിക്ക് കുറേ ആൾക്കാരോട് പറയണം, ഒത്തിരി പേരിലേക്ക് ഇത് എത്തിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ നമ്മൾ അങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകാനോ നമുക്ക് ധ്യാന കേന്ദ്രത്തിൽ പോയി ടെസ്റ്റ് മണികൾ പറയാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഈശോയിനെയും മാതാവിനെയും കുറിച്ച് എനിക്ക് അവരെക്കുറിച്ചുണ്ടായ അനുഭവങ്ങൾ, അത്ഭുതങ്ങളൊക്കെ നിങ്ങളോട്ട് പങ്കുവയ്ക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു എന്താ പറയുക വിഷമ സിറ്റുവേഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ കേൾക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇന്നതുപോലെ ചെയ്താലോ എന്ന് വിചാരിക്കുമ്പോൾ അവരും കൂടി ഈ ഒരു വീഡിയോയിൽ രക്ഷപ്പെടുകയാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മുടെ മക്കൾക്കും നമ്മളറിയുന്ന എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഞാനും ഇപ്പോഴുള്ളത്.